കർണാടകയിലെ തലപ്പാടി എന്ന് പറയുന്ന പ്രദേശത്ത് 2 ദിവസം മുമ്പ് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി ഹഫളഹുല്ല നടത്തിയ പ്രഭാഷണം കേട്ട് കലിപൂണ്ട AP സമസ്തക്കാരനായ ഒരു കുബൂരി പുരോഹിതൻ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ ആരോപണം പറഞ്ഞ് രംഗപ്രവേശനം നടത്തുന്ന പ്രഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്നാണ്. ആഖിർ സമാനിൽ ചില ദജ്ജാലുകൾ വരും, അവരെന്തൊക്കെ പണികളാണ് ചെയ്യുന്നത് എന്ന് അവരുടെ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരു വായാടി തന്നെ നമുക്ക് പറഞ്ഞു തരും. ഈ ഉമ്മത്തിലെ കബളിപ്പിക്കലുകാരായ ഒരു വിഭാഗം വരും. നിലവിലുള്ളോലല്ല, നിലവിലുള്ള ഒന്നിലേക്ക് മറ്റൊരു കരിഞ്ചന്ത വരുന്നതിനെ കുറിച്ച് അള്ളാന്റെ റസൂൽ പറയുന്നത്. അവരാരാണ്? നല്ല നുണ പറയുന്ന കക്ഷികളാണ്. പിന്നെ ആരാണ്? ദജ്ജാലൂൻ, അവർ ജനങ്ങളെ കബളിപ്പിക്കുന്നവരാണ്. ആയത്തോതി കബളിപ്പിക്കും, ഹദീസ് ഓതിയിട്ട് കബളിപ്പിക്കും, ഇമാമുമാരുടെ ഗ്രന്ഥങ്ങൾ വെച്ച് കബളിപ്പിക്കും. ഈ പരിപാടികളൊക്കെ ചെയ്യുന്ന പുരോഹിതനെയാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഈ ജിന്നൂരികളാകുന്ന ജിന്നിബാധയേറ്റ ഈ വിസ്ഡം ഗ്രൂപ്പുകാർ എന്താണ് പുരോഹിതൻ പറഞ്ഞത്? ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്നാ പറഞ്ഞത്. അങ്ങനെ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകൾ ആരാണ്? ഈ തലയിക്കെട്ടും കെട്ടി വന്നിരുന്ന് മുന്നിലിരിക്കുന്ന ശ്രോതാക്കളുടെ മുന്നിൽ പച്ച തോന്നിവാസം വിളിച്ചു പറഞ്ഞ, പച്ച കളവ് പറഞ്ഞ, ഈ തോക്കസ കാഫി പറഞ്ഞ ആരോപണം അത് തെളിയിക്കാൻ വേണ്ടി AP സമസ്തയിലുള്ള സകല മുസ്ലിയാക്കന്മാരെയും ഓൺലൈനിലാകട്ടെ ഓഫ്ലൈനിലാകട്ടെ വായിട്ടലക്കുന്ന മുജാഹിദ് വിദ്വേഷം തലയിൽ കയറ്റി തലയിക്കെട്ടും കെട്ടി നടക്കുന്ന പുരോഹിത വർഗം, ആ പുരോഹിത വർഗത്തെ ഒന്നടങ്കം ഞാൻ വെല്ലുവിളിക്കുകയാണ്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാർ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നത്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്നത്, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന രംഗം ഒന്ന് കാണിക്കാൻ വേണ്ടി സമസ്താലയത്തിലെ തലയിക്കെട്ട് കെട്ടിയ സകല മുസ്ലിയാക്കന്മാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ നിരന്തരം ആരോപിക്കുന്ന ആരോപണമാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ആളുകളൊക്കെ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്നുള്ള ആരോപണം. നിങ്ങൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന് തെളിവ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന് തെളിവ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ മലക്കിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിന് തെളിവ് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ വാദം എന്താണെന്ന് ഞങ്ങൾ പറയുന്നുണ്ട്. മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും. കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാണാനാം നിങ്ങളുടെ കൽബകം എന്നവർ വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർപ്പ് വായ്പൂടാതുത്തിരം ചെയ്യും ഞാൻ എന്നവർ എന്നൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട തലയിക്കെട്ട് കെട്ടിയ മൊല്ലാക്കമാർ സ്റ്റേജിലൂടെയും പേജിലൂടെയും വിളിച്ചു കൂവിയതൊക്കെ ഞങ്ങൾ കാണിക്കാറുണ്ട്. എവിടുന്ന് വിളിച്ചാലും എപ്പം വിളിച്ചാലും ആര് വിളിച്ചാലും അവർക്ക് മറുപടി പറയാൻ, അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള പവറാണ് ശൈഖുനാ നേടിയെടുത്തത് എന്നതുപോലെ തലയിക്കെട്ട് കെട്ടിയ സകല മുസ്ലിയാക്കന്മാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഈ തോക്കെ സക്കാഫി എന്ന വഹാബിന്റെ വാദപ്രകാരമുള്ള 1-ാം നമ്പർ ദജ്ജാലിനെ അടക്കം ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. എവിടെയാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പണ്ഡിതന്മാരോ പ്രബോധകരോ ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രംഗം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന ഒരു രംഗം, ജിന്നിനെ വിളിച്ച് പ്രാർത്ഥിച്ചോളൂ എന്ന് പറയുന്ന ഒരു രംഗം കാണിക്കാൻ സകല മുസ്ലിയാക്കന്മാരെയും കാന്തപുരം അടക്കമുള്ള സകല മുസ്ലിയാക്കന്മാരെയും ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്.